ലോകപ്രശസ്തമായ KFC എങ്ങനെ ആരംഭിച്ചു എന്നറിയാമോ? ഇത് 65 വയസ്സിൽ ജീവിതം വീണ്ടും ആരംഭിച്ച ഒരു മനുഷ്യന്റെ കഥയാണ്. ലോകം മുഴുവൻ ഇനി വൈകി എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം തന്റെ സ്വപ്നത്തെ വിട്ടുകൊടുത്തില്ല. അദ്ദേഹത്തിന്റെ പേര് കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ്. ഒരു കാലത്ത് സാധാരണ ജോലികൾ ചെയ്തിരുന്ന അദ്ദേഹം ജീവിതത്തിൽ നിരവധി പരാജയങ്ങൾ കണ്ടു. ബാല്യത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ പല ജോലികളും ചെയ്തു: കർഷകൻ, ട്രാം കണ്ടക്ടർ, ഇൻഷുറൻസ് സെയിൽസ്മാൻ, പെട്രോൾ പമ്പ് തൊഴിലാളി. പക്ഷേ ഒന്നും സ്ഥിരമായില്ല. കാലം കടന്നു. വയസ്സ് 65 ആയി. മറ്റുള്ളവർ വിരമിച്ച് വിശ്രമിക്കാൻ തുടങ്ങുന്ന പ്രായം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്ന നിലയിലായിരുന്നു. ജോലി നഷ്ടപ്പെട്ടു. ബിസിനസ് അടഞ്ഞു. ബാങ്കിൽ വലിയ പണമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത് വെറും $105 പെൻഷൻ ചെക്കും ഒരു പ്രത്യേക ചിക്കൻ പാചകക്കുറിപ്പും മാത്രം. പലർക്കും അത് ജീവിതത്തിന്റെ അവസാനം പോലെ തോന്നുമായിരിക്കും. പക്ഷേ സാൻഡേഴ്സ് അങ്ങനെ ചിന്തിച്ചില്ല. ഒരു രാത്രി അദ്ദേഹം സ്വയം ചോദിച്ചു, എനിക്ക് ഇപ്പോഴും എന്താണ് ഉള്ളത്? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ ചിക്കൻ റെസിപ്പി വളരെ മികച്ചതാണ്. ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഞാൻ അത് റെസ്റ്റോറന്റുകൾക്ക് നൽകാം. അങ്ങനെ അദ്ദേഹം തന്റെ പഴയ കാറിൽ യാത്ര ആരംഭിച്ചു. ഒരു റെസ്റ്റോറന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഓരോ ഉടമയോടും അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, എന്റെ ചിക്കൻ റെസിപ്പി പരീക്ഷിച്ചു നോക്കൂ. ഉപഭോക്താക്കൾക്ക് ഇഷ്ടമായാൽ വിറ്റ ഓരോ ചിക്കനും എനിക്ക് ചെറിയൊരു റോയൽറ്റി നൽകൂ. അദ്ദേഹം പ്രതീക്ഷയോടെ ഓരോ വാതിലും മുട്ടി. പക്ഷേ മറുപടി പലപ്പോഴും ഒരേ ആയിരുന്നു: ഇല്ല. ചിലർ അദ്ദേഹത്തെ പരിഹസിച്ചു. ചിലർ വാതിൽ അടച്ചു. ചിലർ അദ്ദേഹത്തെ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇനി ശ്രദ്ധിക്കുക. അദ്ദേഹം എത്ര തവണ നിരസിക്കപ്പെട്ടു എന്ന് അറിയാമോ? ഒരിക്കൽ, 10 തവണ, 100 തവണ? അല്ല, അദ്ദേഹം 1009 തവണ ഇല്ല എന്ന് കേട്ടു. അതെ, 1009 തവണ. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. 1009 തവണ നിരസിക്കപ്പെടുന്നത്, 1009 തവണ അപമാനിക്കപ്പെടുന്നത്, 1009 തവണ പ്രതീക്ഷ തകർന്നു പോകുന്നത്. സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ 10 തവണ ഇല്ല കേട്ടാൽ പോലും പിന്മാറുമായിരിക്കും. പക്ഷേ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ് പിന്മാറിയില്ല. അദ്ദേഹം വിശ്വസിച്ചു, ഒരു ദിവസം ആരെങ്കിലും ശരി എന്ന് പറയും. ഒടുവിൽ ആ ദിവസം എത്തി. 1010 ശ്രമത്തിൽ ഒരു റെസ്റ്റോറന്റ് ഉടമ അദ്ദേഹത്തിന്റെ റെസിപ്പി പരീക്ഷിക്കാൻ സമ്മതിച്ചു. അവിടെയാണ് ചരിത്രം മാറിയത്. ആ ചിക്കൻ ആളുകൾക്ക് അത്രയേറെ ഇഷ്ടമായി, ബിസിനസ് അതിവേഗം വളർന്നു. ചെറിയൊരു ആശയം പിന്നീട് ലോകപ്രശസ്ത ബ്രാൻഡായി മാറി. ഇന്ന് KFC ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ ചിഹ്നമായി ഇന്നും കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിന്റെ മുഖം നമുക്ക് കാണാം. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? സുഹൃത്തുക്കളെ, പലരും പറയാറുണ്ട്, എനിക്ക് ഇനി പ്രായമായി, ഇനി ഒന്നും സാധിക്കില്ല, എന്റെ സമയം കഴിഞ്ഞു. പക്ഷേ ഈ കഥ അതിന് ഒരു ശക്തമായ മറുപടിയാണ്. സ്വപ്നം കാണാൻ പ്രായപരിധിയില്ല. വിജയത്തിന് സമയപരിധിയില്ല. നിങ്ങൾ എത്ര തവണ പരാജയപ്പെട്ടു എന്നതല്ല പ്രധാനപ്പെട്ടത്. നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാണോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പല ഇല്ലാക്കളും കേൾക്കുന്നുണ്ടാകാം. ആളുകൾ നിങ്ങളെ നിരസിച്ചിരിക്കാം. നിങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ ഓർക്കുക, വിജയം പലപ്പോഴും അവസാന ശ്രമത്തിന് തൊട്ടുമുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതിനകം 1000 തവണ പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ ഒരു ശരി അടുത്ത ശ്രമത്തിൽ നിങ്ങളെ കാത്തിരിക്കാം. അതുകൊണ്ട് കീഴടങ്ങരുത്. സ്വപ്നം ഉപേക്ഷിക്കരുത്. മുന്നോട്ട് നടക്കൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് നൽകൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.